വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V40 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് V40യിൽ എന്തെല്ലാം വരുന്നുണ്ട്, എന്തെല്ലാം V30 പ്രോയിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നുണ്ട് അതിനെക്കുറിച്ചാണ്. നമ്മൾ V40ൻ്റെ ഒരു എന്താ പറയുക, അതിന് ഇൻഡെപ്തായിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സുകൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഓരോ ചെറിയ പോയിൻറ്റുകളും എടുത്ത് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസൈനിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് 7.58 mm തിക്നെസ്സിലും അതുപോലെ ബാക്കിൽ വന്നിരിക്കുന്ന ഗ്ലാസ് ഡിസൈനുകളുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ 4 മൂലകളിൽ, അതായത് കോർണറുകളിൽ അലുമിനിയം കോട്ടഡ് ഫ്രെയിമുകളും ബാക്കിയുള്ള സൈഡുകളിലെല്ലാം പ്ലാസ്റ്റിക് ഫ്രെയിമുകളുമാണ് വന്നിരിക്കുന്നത്. 4 കോർണറുകളിലും, അതായത് നമ്മുടെ ഫോൺ നിലത്ത് വീഴുമ്പോൾ ആ കോർണർ കൂട്ടി വീഴുന്നിടത്ത് അലുമിനിയം കോട്ടഡ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലത്ത് വീഴുമ്പോൾ യാതൊരുവിധ ഇഷ്യൂവും വരില്ല. അത് പല രീതിയിലുള്ള ഡ്രോപ്പ് ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ഓക്കെയാണ്. സൈഡിലെ ബിൽഡാണെങ്കിലും എല്ലാം ഇതാണ്. പക്ഷേ സൈഡിലെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക്കാണ്. എന്നാലും 4 കോർണറുകളിൽ മാത്രം അലുമിനിയത്തിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഗ്ലാസ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ നമുക്ക് IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ചെറിയ തോതിലുള്ള വെള്ളങ്ങൾ വീഴുകയോ അല്ലെങ്കിൽ പൊടി പറ്റുകയോ ചെയ്താൽ അത്ര വലിയ കാര്യമായിട്ട് ഫോണിനെ എഫക്റ്റ് ചെയ്യില്ല. പെട്ടെന്നൊന്നും എന്തായാലും ആ ഒരു വെള്ളം കയറില്ല. ആ ഒരു രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD+ റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണ്. അല്ലെങ്കിൽ 1.5K എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റും 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂയില്ല. നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നത്, 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് വിവോ V40 പ്രോയിൽ കിട്ടുന്നത്. HDR10+ൻ്റെ സപ്പോർട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി പറയുന്ന ഏകദേശം 93% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. അതായത് ബെസലുകൾ വളരെ കുറവാണ്, കൂടുതലും സ്ക്രീൻ ഏരിയ ആണ് വരുന്നത് എന്നതാണ് കമ്പനി ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ 9200+ എന്ന് പറയുന്ന ഡിമെൻസിറ്റി പ്രോസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സർ തന്നെയാണ്. ഏകദേശം 15 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ തരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ ഇഷ്യൂവും വരില്ല. അടിപൊളി പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നല്ല ഗെയിമിങ്, നല്ല പെർഫോമൻസ്, നല്ല സ്റ്റെബിലിറ്റിയും തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണിത്. ഈ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ 3.5 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 4 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്നൊരു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഇതിൻ്റെ GPUവിനെ പറ്റി പറയുകയാണെങ്കിൽ G715 MC11 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു GPU പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഗ്രാഫിക്സിൻ്റെ ഒരു ഇതിലൊന്നും യാതൊരു ഇഷ്യൂ ഒന്നും വരില്ല. ഏകദേശം നല്ല ആൻഡ്രോയിഡ് സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങിനൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോയുടെ V14 Pro സീരീസ്. ക്യാമറ പെർഫോമൻസിലോട്ട് വരികയാണെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ V14 പ്രോയിൽ നമുക്ക് കിട്ടുന്ന 3 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ. അതിൽ 3ലും സൈസിൻ്റെ ലെൻസാണ്. സൈസിൻ്റെ കുറച്ച് പോർട്രേറ്റ് മോഡുകളും സൈസിൻ്റെ പല MMകളിൽ, അതായത് ഫോക്കൽ ലെന്തുകളിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതായത് അത്തരത്തിലുള്ള ഫീച്ചർ നേരത്തെ X100 Pro സീരീസിലേക്കായിരുന്നു ആ ഒരു സൈസിൻ്റെ പല ഫോക്കൽ ലെന്തുകൾ കിട്ടുന്നത്. എന്നാൽ അത് V40 പ്രോയിലോട്ട് വരുമ്പോൾ നമുക്ക് അതൊരു മിഡ് റേഞ്ചിലും കിട്ടുന്നുണ്ടെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. സൈസിൻ്റെ പോർട്രേറ്റ് ലെൻസുകളൊക്കെയാണ് വരുന്നത്. അടുത്തതായിട്ട് ക്യാമറ ഡീറ്റെയിലിനെ പറ്റി പറയുകയാണെങ്കിൽ 50 MBയുടെ f1.88 വരുന്ന മെയിൻ ക്യാമറയും അത് സോണി IMX921 എന്ന് പറയുന്ന സെൻസറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് മെയിൻ ക്യാമറ വന്നിരിക്കുന്നത്. അതിൽ OISൻ്റെ സപ്പോർട്ടെല്ലാം വരുന്നുണ്ട്. 50 MBയുടെ f2.0 അപ്രോച്ചറിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഇതിൽ AIയുടെ ഗ്രൂപ്പ് സെൽഫിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 50 MBയുടെ f1.85 അപ്രോച്ചറിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൻസർ വന്നിരിക്കുന്നത് സോണി IMX816 എന്ന് പറയുന്ന സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ 3ലും സൈസിൻ്റെ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ കിട്ടുന്നുണ്ട്. സൈസിൻ്റെ പല തരത്തിലുള്ള പോർട്രേറ്റുകളും സൈസിൻ്റെ പല എഫക്റ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സൈസിൻ്റെ തന്നെ പല ഫോക്കൽ ലെന്തിലുള്ള ലെൻസുകൾ, അതായത് ഒരുപാട് 100 കണക്കിന് ലെൻസുകൾ വരുന്നുണ്ട് സൈസിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള ലെൻസുകളുടെ ഫോക്കൽ ലെന്തിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്.
അത്തരം ഫോക്കൽ ലെന്തുകൾ ഞാനിവിടെ പറയാം. ഞാൻ ആ ഫോക്കൽ ലെന്തുകളെന്ന് പറയാം. 1x നമുക്ക് 24mm ആണ് വരിക, 1.5x 35mm, 2x 50mm, 3.5x 80mm ആണ് വരുന്നത്, 4x നമുക്ക് 100mm ആണ് കിട്ടുക. അപ്പോൾ ഇത്തരത്തിലുള്ള സൈസിൻ്റെ മൾട്ടിപ്പിൾ ഫോക്കൽ ലെന്തിലുള്ള ഇമേജുകൾ, ഇപ്പോൾ അതായത് ഇതെല്ലാം പോർട്രേറ്റുകൾ ഇമേജുകളാണ്. അതായത് നമ്മളത് 100 mm വരെ ദൂരെ നിന്നുകൊണ്ട് നമുക്ക് 4x പോർട്രേറ്റ് ഇമേജുകൾ എടുക്കാൻ കഴിയും എന്നതിനാണ് ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളായിരിക്കും കിട്ടുക. അതിൽ 2x വരെ ഓപ്റ്റിക്കൽ സൂമിങ്ങും 50x വരെ ഡിജിറ്റൽ സൂമിങ്ങും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ 2x എടുക്കുന്ന പോർട്രേറ്റുകൾ വളരെ അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും, കാരണം അതിൽ ക്വാളിറ്റി നഷ്ടപ്പെടില്ല. 2x കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിജിറ്റൽ സൂമിങ് ആയതുകൊണ്ട് അതിൽ ക്വാളിറ്റി ലോസ് വരും. 4K ആയിട്ട് 30 FPS മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൽഫി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ 50 MB f2.0 4K സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് വിവോയുടെ തന്നെ VCS വിവോ 2 സെൻസറാണ് വന്നിരിക്കുന്നത്. 4K ആയിട്ട് 30 FPS ആണ് മാക്സിമം എടുക്കാൻ പറ്റുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സിൽ ആൻഡ്രോയിഡ് 14 ഫൺ ടച്ച് OS ആണ് സോഫ്റ്റ്വെയർ കിട്ടുന്നത്. ഈ ഒരു ഫോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇതിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. V30 പ്രോയിലും V30യിലും ഇതുവരെ ഒന്നും തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സൗണ്ടിൽ ഒരു സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടെങ്കിലും ആ ഒരു സൗണ്ട് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പരിഹരിച്ചിട്ടുണ്ട്. V14ലും V40 പ്രോയിലും നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുന്നുണ്ട്. കാരണം ഇനിയെങ്കിലും അത് തന്നില്ലെങ്കിൽ അതൊരു വലിയ കുഴപ്പമായി മാറും. മറ്റ് ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ USF 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. Wi-Fi 5ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 വരുന്നുണ്ട്. അടുത്ത ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 5500 mAh ബാറ്ററി ഉണ്ടെങ്കിലും വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അതുപോലെ 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. 80 വാട്ട് ഉള്ളത് കൊണ്ട് തന്നെ 120 വാട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ 80 വാട്ട് ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് കയറുന്ന ഒരു ചാർജിങ് സെറ്റപ്പ് തന്നെയാണ്. ഇത് നിലവിൽ 2 കളർ വേരിയൻ്റ് ആണുള്ളത്. V14 Pro വരുന്നത്, അതായത് ഒന്ന് ബ്ലൂ, മറ്റേത് ടൈറ്റാനിയം ഗ്രേ. ഇതിൽ ഈ ബ്ലൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഷെയ്ഡ് ഡിസൈൻ ഉണ്ടാവും. ഈ ഒരു ഷെയ്ഡ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള ഒരു നദി ഒഴുകുന്ന പോലെ, ഗംഗാ നദിയൊക്കെ ഒഴുകുന്ന പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. അതുപോലെ ടൈറ്റാനിയം ഗ്രേയിലോട്ട് വരികയാണെങ്കിൽ ടൈറ്റാനിയം ഗ്രേയിൽ ഒരു AG ഫ്ലൂറൈഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ്, അതായത് ഇതിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ്ങുകൾ വരില്ല, അതായത് ഫിംഗറിൻ്റെ പടമൊന്നും വരില്ലാത്ത മോഡലൊരു കോട്ടിങ് വരുന്ന ഒരു AG ഫ്ലൂറൈഡ് ഗ്ലാസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടും വളരെ സ്ലിം ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ഗ്ലാസ് മെറ്റീരിയൽ തന്നെ ആ ഒരു ഉള്ളിലുള്ള, അതായത് ബ്ലൂ കളറിലെ ഒരു 3D കർവ്ഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു 3D പ്രിൻറ്റിങ് ഉണ്ടായിരിക്കും. അതിലൊരു ഗംഗാ നദി ഒഴുകുന്ന പോലത്തെ ഒരു ചെറിയ പ്രിൻ്റ് ഉണ്ടാവും. ടൈറ്റാനിയം ഗ്രേയിലോട്ട് വന്നു കഴിയുമ്പോൾ നേരെ പ്രിൻ്റ് ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ആൻറ്റി ഫ്ലൂറൈഡ്, അതായത് ഈ ഒരു ടൈറ്റാനിയം ഗ്രേ ആയതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റുകൾ നമുക്ക് പെട്ടെന്ന് പതിയും. അങ്ങനെ പതിയാതിരിക്കാനുള്ള ഒരു ആൻറ്റി കോട്ടിങ് വരുന്ന ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോൺ 2 കളറിലായതുപോലെ തന്നെ 2 വേരിയൻറ്റിലുമാണ് വരുന്നത്. 8GB 256GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 49,999 രൂപ, അതായത് 50,000 രൂപയും. അതുപോലെ 12GB 512GB വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 55,999 രൂപ, അതായത് 56,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈ പ്രൈസിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു 50,000 രൂപയ്ക്കുള്ള ഒരു ഫോണുണ്ടോ, അത്രയ്ക്ക് ഫീച്ചേഴ്സുകൾ തരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക.